എല്ലാ കണ്ണുകളും പ്രാർത്ഥനകളും കർണാടകയിലെ ഷിരൂരിൽ തന്നെയാണ്. അർജുനായിട്ടുള്ള തിരച്ചിൽ 6ാം ദിനവും പുരോഗമിക്കുന്നു. ഗംഗാവലി പുഴയിലേക്ക് തിരച്ചിൽ നടക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നാളെ ആഴത്തിൽ തിരയുന്നതിനുള്ള ആധുനിക മെറ്റൽ ഡിറ്റക്ടർ അടക്കം എത്തിക്കും. വെള്ളത്തിലും കരയിലും തിരച്ചിൽ നടത്താനാകുന്ന ഉപകരണമാണ് ഇത്. മൺകൂനയിൽ പരിശോധന തുടരേണ്ടതുണ്ടോ എന്ന് സൈന്യം തീരുമാനിക്കുമെന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരവ ഗൌഡ പറഞ്ഞു. പുഴയിലെ പരിശോധന അതിസങ്കീർണമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാനായിട്ട് കർണാടകയിൽ നിന്നും കെ ശ്രീജിത്തും ഒപ്പം കോഴിക്കോട് നാരനാലത്തൂരിനെയും ലൈൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം കർണാടകയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 6ാം ദിനവും തിരച്ചിൽ, സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വരെ തിരച്ചിൽ നടത്തി. അല്പസമയത്തിന് മുൻപ് റവന്യൂ മന്ത്രി പറഞ്ഞ വാക്കുകൾ, സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്നാണ്. ഒപ്പം ഇനി പുഴയിലേക്കുള്ള തിരച്ചിൽ നടത്താൻ പോകുന്നു, ഗംഗാവലി പുഴയിലേക്കുള്ള തിരച്ചിൽ നടത്താൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം ഈ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ ലോറി ഇല്ല എന്നവർ വ്യക്തമാക്കി. ഇപ്പോൾ ഒരു സംശയം നിൽക്കുന്നത്, ഈ മണ്ണ് ഒലിച്ചുപോയി പുഴയിൽ ഒരു കൂനയായിട്ട്, മൺകൂനയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ആ മൺകൂനയുടെ അടിയിൽ ലോറി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഗംഗാവലി പുഴയിലേക്കുള്ള പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള സ്റ്റാറ്റസ് എന്താണ്? രജനി, ഞാൻ മുൻപെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് കാലാവസ്ഥ പ്രതികൂലമാണ്. ശക്തമായ മഴ ലഭിക്കുകയാണ്. 3 മണിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായി ദൗത്യസംഘത്തിന് മുന്നിലുള്ളത്. കാരണം അത്രത്തോളം മഴയായിരുന്നു 3 മണിക്കും 4 മണിക്കും ഇടയിലുണ്ടായത്. അതിനുശേഷം അത് കുറയുന്ന സാഹചര്യമുണ്ടെങ്കിലും നിലവിലും ചെറിയ മഴ ഈ പ്രദേശത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തുണ്ടായ മഴ നിലവിൽ ഈ ആഴ്ച ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും തീവ്രമായ മഴയായിരുന്നു. അത്തരത്തിലുള്ള കാറ്റും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു മഴ, ആ മഴയുടെ ഫലമായി തന്നെ ഈ കുന്നിന്റെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് ഒലിച്ചെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് രക്ഷാദൗത്യത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മുൻപുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ മഴ ലഭിക്കുമ്പോൾ തന്നെ ഈ ദൗത്യസംഘം ആ ദൗത്യത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സൈനികർ കൂടെ ഉള്ളതിനാൽ തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ഇന്ന് കുറേയേറെ JCBകളും അതോടൊപ്പം തന്നെ ലോറികളും ഉൾപ്പെടെയുള്ളവ ആ സ്ഥലത്തെത്തിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെ നടത്തിയിരുന്നു. കാരണം മുൻപ് ഈ പ്രദേശത്തെത്തുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ദൗത്യസംഘം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ വലിയ അംഗസംഖ്യ നിലവിൽ ഈ പരിശോധനയ്ക്കായി ഉണ്ട്. പ്രധാനപ്പെട്ട ഇന്നലെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കർണാടകയിൽ നിന്നുള്ള ഈ ദൗത്യസംഘം പരിശോധന തുടങ്ങും മുമ്പ് തന്നെ കേരളത്തിൽ നിന്നെത്തിയ ഈ യുവാക്കൾ പരിശോധന നടത്തിയിരുന്നു, രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള. അതിനാൽ തന്നെയായിരുന്നു ആ വേഗത പിന്നീടും ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് ഉച്ചയോടെ തന്നെ അതിന് ഒരു വ്യക്തത വന്നിരുന്നു. കാരണം ഇതൊരു വലിയ ലോറിയാണ്. അതിൽ ഈ തടികൾ ഉൾപ്പെടെയുള്ള തടി ഉൾപ്പെടെ കയറ്റി വന്ന ഒരു ലോറിയാണ്. പക്ഷേ ഈ മണ്ണ് പൂർണ്ണമായി തന്നെ 60, 70, 80% മാറ്റിയിട്ട് പോലും ഈ ലോറിയുടെ ചെറിയ ഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിനാൽ തന്നെ ഈ 3 മണിയോടെ തന്നെ ഈ ലോറി ഇവിടെ ഇല്ലെന്നൊരു ചെറിയ സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ ഈ സേനാംഗങ്ങൾ ഉൾപ്പെടെ തയ്യാറായിരുന്നു. എന്നാലും അവസാന പ്രതീക്ഷ എന്ന രീതിയിൽ പൂർണ്ണമായി തന്നെ മാറ്റുന്ന സാഹചര്യം വരെ ഇവർ കാത്തിരുന്നു. അത്തരത്തിൽ പൂർണ്ണമായും ഇപ്പൊ ആ പ്രദേശത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് മണ്ണ്. തന്നെയാണ് ശ്രീത. കാരണം നമുക്ക് പ്രതീക്ഷകളാണ് കൂടുതൽ ഉള്ളത്. നേരത്തെ ഈ മന്ത്രി വരെ പറയുന്നുണ്ടായി, റവന്യൂ മന്ത്രി വരെ പറയുന്നുണ്ടായി, 90% മണ്ണും റോഡിൽ നിന്ന് നീക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അവിടെ തിരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്ഥിരീകരണമൊക്കെ തന്നെ നൽകുന്നു. അപ്പോഴും നമുക്കിനി അറിയേണ്ടത് ഈ പുഴയിലേക്കുള്ള പരിശോധന എത്രമാത്രം സങ്കീർണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനി എത്രമാത്രം സങ്കീർണം? കാരണം ശ്രീത്ത് തന്നെ പറഞ്ഞതുപോലെ മഴ അവിടെ ഒരു വില്ലനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഉച്ച മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഒന്ന് കാലെടുത്ത് വച്ചാൽ പോലും താന്നു പോകുന്ന രീതിയിലാണ് മണ്ണുള്ളത്. അപ്പോൾ ഇനി ഈ പുഴയിലെ അവസ്ഥ എങ്ങനെയായിരിക്കും? രജനി, ആദ്യം അത് നാം മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി തിരിച്ചറിയണം. ഇതൊരു കുന്നിൻ പ്രദേശമായിരുന്നു. അങ്ങനെ ഈ കുന്നിടിഞ്ഞ് സമീപത്തെ ഈ ലോറി ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തിയ ആ സ്ഥലമുണ്ട്. അവിടെയായിരുന്നു നിരന്തരം ഈ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ വാഹനം പാർക്ക് ചെയ്യുന്ന ഇടം. അവിടെയായിരുന്നു ഇത്തരത്തിൽ ആദ്യം മണ്ണ് എത്തുന്നു. അതിനുശേഷം ആ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നു. വീണ്ടും ഈ മണ്ണ്
എത്തുന്നത് ഈ ഗംഗ വാലിയിലേക്കാണ്. ആദ്യം ഈ സമയത്ത് ദൗത്യസംഘം ചെയ്തത് ഈ റോഡിലെ മണ്ണ് മാറ്റാനായിരുന്നു. പക്ഷെ അവിടെ ഈ ലോറി കാണുന്നില്ല. മറ്റു മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അപ്പോഴേക്കുമാണ് ഈ അർജുന്റെ കുടുംബം രംഗത്ത് വരുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ പാർക്കിംഗ് ചെയ്ത ലോറി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഈ ലോറിയുണ്ട്. അവിടെ GPS ലഭിച്ചതായി ഈ കുടുംബം പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയായിരുന്നു ഇത്തരത്തിൽ പൂർണ്ണമായി തന്നെ പരിശോധന. അതിനു മുമ്പ് തന്നെ ഈ പുഴയിലും ഈ റോഡിൽ വീണ മണ്ണിന്റെ വലിയൊരു ഭാഗം ഈ പുഴയുടെ ഉള്ളിലുമുണ്ട്. ആ സ്ഥലത്ത് എന്തായാലും തുടക്കത്തിൽ പരിശോധന നടത്തിയിട്ടില്ല. ഈ ദൗത്യസംഘം തുടക്കം നദിയിലെല്ലാം ഒന്ന് പരിശോധന നടത്തുകയാണ് ചെയ്തത്. കാരണം ഈ നദിക്കടിയിൽ വരെ മണ്ണുണ്ട്. അപ്പോൾ ഈ നാട്ടുകാർ സംശയിക്കുന്നത്, അതോടൊപ്പം തന്നെ ദൗത്യസംഘം സംശയിക്കുന്നതും ഈ റോഡിന് സമീപം തന്നെ ഒരു കുന്നും രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുന്നിൽ പരിശോധന നടത്തുക. അതിനുശേഷം ഈ പുഴയ്ക്കടിയിലും പരിശോധന നടത്തുക. കാരണം ഈ ലോറി ഈ പുഴയ്ക്കുള്ളിൽ പോവുകയാണെങ്കിൽ അതിന്റെ ഈ ലോറിയുടെ പുറത്ത് ഇത്തരത്തിൽ മണ്ണ് വീഴാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ആ രീതിയിലും പരിശോധന അവിടെ നടത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ 3 ഘട്ടമായുള്ള പരിശോധനയാണ് ഇനി ആവശ്യമുള്ളത്. 3 ഘട്ടമായായിരുന്നു ഈ പ്രദേശത്ത് പരിശോധന നടത്താറുള്ളത്. ഇപ്പോൾ 2 ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം റോഡിലെ മണ്ണ് മാറ്റുന്നു. രണ്ടാമത് ആ പാർക്കിംഗ് ഏരിയ, ഈ ലോറി പാർക്ക് ചെയ്തതായി ഉള്ള സ്ഥലത്തെ മണ്ണ് മാറ്റുന്നു. ഈ 2 സ്ഥലങ്ങളിലും ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവസാനത്തെ പ്രതീക്ഷ ഈ പുഴയ്ക്ക് സമീപമാണ്. ഈ പുഴയ്ക്ക് സമീപം ചെറിയ ഒരു കൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയ്ക്കുള്ളിലും ആ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനമായിരിക്കും ഇതിലെ ഏറ്റവും അവസാന ഘട്ടം. അത്തരത്തിൽ ഈ അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നിലവിൽ ഈ ദൗത്യസംഘവും അതോടൊപ്പം തന്നെ സേനയും കടന്നിരിക്കുന്നത്. ശ്രീജിത്ത്, അതിൽ കൂടെ ഒരു ചോദ്യം കൂടെയുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തനം, കാരണം ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേയുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിലും അവർ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വൈകിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ്. പലവട്ടം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭൂപ്രകൃതി നോക്കേണ്ടിയിരിക്കുന്നു. പലവട്ടങ്ങളായിട്ട് ഇങ്ങനെ മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവയ്ക്കുമോ? ഇനി എത്ര സമയവും കൂടെ ഇവിടെ ഇനി രക്ഷാപ്രവർത്തനം ഉണ്ടാകും? അത് രജനി, മുൻപ് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ദൗത്യസംഘം, കർണാടകയിൽ നിന്നുള്ള ദൗത്യസംഘം ഈ പ്രവർത്തനം നിർത്തി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ നിലവിൽ സൈനികരുള്ളതിനാൽ തന്നെ വലിയ മഴ പെയ്തിട്ടും അവർ ഇത്തരത്തിൽ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന്റെ തീരുമാനം എന്താണെന്നാണ് നാം കാത്തിരിക്കുന്നത്. സൈന്യം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇന്നലെ 8 മണിയോടെ തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിയിരുന്നു. അതിന് സമാനമായ തീരുമാനം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നും നാം കാത്തിരുന്ന് കാണണം. പക്ഷെ നിലവിൽ അവിടെ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലും തിരച്ചിൽ തുടരുകയാണ്. ആദ്യത്തെ 3 ദിവസം 5 മണിയോടെ തന്നെ ഈ പ്രവർത്തനം, ഈ ദൗത്യസേന അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളുടെയും ഫലമായി ആദ്യ ദിവസം 9 മണിവരെയും ഇന്നലെ 8 മണിവരെയും ഇത്തരത്തിൽ തിരച്ചിലുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സൈനികർ ഇത് കൂടുതൽ സമയത്തേക്ക് തിരച്ചിൽ നടത്താനുള്ള സാഹചര്യമുണ്ട്. ആ സമയവും ഇതിൽ മുൻപ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന വില്ലനായി നിൽക്കുന്നത് മഴയാണ്. ഈ 3 മണിക്ക് ഉണ്ടായ മഴയുടെ ഫലമായി വലിയ ഒരു മണ്ണിടിച്ചിൽ സാധ്യതയും അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിൽ വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കർണാടക മുഖ്യമന്ത്രി ഈ മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മഴ അപ്പോൾ അതിശക്തമായിട്ട് പെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം തിരികെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അതിനുശേഷം ഈ കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമ പറഞ്ഞ ന്യായീകരണം, അത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാത്തൊരു രീതി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വീഴ്ച ഉണ്ടായിട്ടില്ല, മഴയാണ് ഈ രക്ഷാദൗത്യം താമസിപ്പിക്കാൻ കാരണമെന്ന്. കാരണം ഇവിടുന്ന് ആദ്യം തന്നെ ഈ അങ്കോളയിലെ സ്റ്റേഷനിലേക്ക് വീട്ടുകാർ, കുടുംബം വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് നടപടികളിലേക്ക് കടന്നില്ല, സർക്കാർ തലത്തിൽ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഈ 6-ാം ദിവസം സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ന്യായീകരണം നടത്തുന്നത് പോലും. തീർച്ചയായും വലിയ വിമർശനമായിരുന്നു. കാരണം ഇന്ന് രാവിലെ തന്നെ ഒരു പ്രദേശത്തെ കോൺഗ്രസ് MLA കൂടിയായ സതീഷിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് ഒരു തുറന്ന് സമ്മതമായിരുന്നു, കുറ്റസമ്മതമായിരുന്നു. കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ കളക്ടറിന്റെ ഭാഗത്ത് വീഴ്ചയെന്നാണ് ഉന്നയിക്കുന്നത്. കാരണം കളക്ടർ പുതിയ ആളാണ്, അതിനാൽ തന്നെ അവർക്ക് ഈ പ്രവർത്തനം ഏകോപിപ്പിച്ച് പരിചയമില്ല. അത്തരത്തിലൊരു പരിചയക്കുറവാണ് ഇതിന് തിരിച്ചടിയായതെന്നാണ് നിലവിൽ
MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ മുഖ്യമന്ത്രി വന്നപ്പോഴും ആ പ്രദേശത്ത് കർണാടകയിൽ നിന്നുള്ള സ്വദേശികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ആ പ്രദേശത്ത് തന്നെയുള്ള ആ ചായക്കട നടത്തിയിരുന്ന, കാരണം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തിന് സമീപം ചായക്കട നടത്തിയിരുന്ന ഒരു മധ്യവയസ്കനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു കുടുംബം രംഗത്ത് വന്നിരുന്നു. ആ മധ്യവയസ്കന്റെ 3 മക്കൾ ആ സ്ഥലത്തെത്തി ഈ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയെ കാണാനാണ് അവർ ശ്രമിച്ചത്. കാരണം തങ്ങളുടെ ഈ പിതാവ്, അവർ തന്നെ പറയുന്നു, മരണപ്പെട്ടതായി തന്നെ അവർ കരുതുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായെങ്കിലും ഒന്ന് കാണണം, അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണം, അത് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവർ അവിടെ എത്തിയത്. പക്ഷെ അതിനൊന്നും മുഖ്യമന്ത്രി ഇന്ന് കൊടുത്തില്ല. അവരുടെ മുന്നിലൂടെ തന്നെ അമിത വേഗത്തിൽ കാർ യാത്ര ചെയ്യുന്നതാണ്. അതന്നെയാണ് ശ്രീജിത്ത്, നമ്മുടെ കേരളത്തിലുള്ള അർജുൻ മാത്രമല്ല, ജീവൻ മണ്ണിനടിയിൽ കർണാടകയിലുള്ള ആളുകളുടെയും ഉണ്ട്. എന്നിട്ട് പോലും ഇത്രയും അധികം അലംഭാവമാണ് കർണാടക സർക്കാർ കാണിച്ചത്. തീർച്ചയായും അത്തരത്തിലാണ്. കാരണം ആ നാട്ടുകാർ വലിയ അമർഷത്തിലാണ്. അവർ ചോദിക്കുന്നത്, കാരണം മലയാളി മാത്രമല്ല അവിടെ നഷ്ടപ്പെട്ടത്, കാരണം ഇപ്പോഴുള്ള പ്രവർത്തനം മലയാളികൾക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അത് കേരളത്തിൽ നിന്നുള്ളയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും വലിയ സമർത്ഥ ബലമായി സൈനികർ ഉൾപ്പെടെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കർണാടക സ്വദേശി ഉൾപ്പെടെ ഇപ്പോഴും മണ്ണിനടിയിലാണ്. അവരെ കണ്ടെത്താൻ നിലവിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനെയൊന്നും തിരിഞ്ഞു നോക്കാൻ എന്തായാലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല. തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. കാരണം ഈ 3 ദിവസം ഇവർ ചെയ്തത് ഈ വാഹന സൗകര്യം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ആ റോഡിൽ ഉണ്ടായിരുന്ന മണ്ണ് മാറ്റുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം അവർ ആ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഈ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത്, വലിയ വിമർശനവുമായി വന്നത്. അപ്പോഴാണ് ദൗത്യസംഘം വീണ്ടും എത്തി ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അന്ന് ആ സമയങ്ങളിൽ ഈ ദൗത്യസംഘം 10 മണിയോടെ സ്ഥലത്തെത്തുന്നു, 5 മണിയോടെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത്, എന്തൊക്കെ ന്യായീകരണങ്ങൾ നിർത്തിയാലും പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ് കർണാടക സർക്കാർ ചെയ്തിരിക്കുന്നത്. മഴയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിന്നു എന്ന് പറയാൻ നാണക്കേടില്ലാത്ത ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ, സിദ്ധരാമയ്യയുടെ സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്തായാലും രക്ഷാപ്രവർത്തനം 6ാം ദിനം ഏകദേശം സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയുള്ള സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ റോഡിൽ കുഴിയൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്, മണ്ണ് മാറ്റി കഴിഞ്ഞിട്ടും അവിടെ ലോറി ഇല്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി വരെ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം. ഇനി ഗംഗാവലി പുഴയിലേക്കാണ് രക്ഷാപ്രവർത്തനം നീങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് അത്യാധുനിക ഉപകരണങ്ങളടക്കം നാളെ പൂനെയിൽ നിന്ന് കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ നാളെ ആയിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ തന്നെ നടത്തുന്നത്. എന്തായാലും 40 അംഗ സൈന്യവും ഒപ്പം നാവികസേനയുടെ സംഘവും NDRFിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒക്കെ തന്നെ സ്ഥലത്ത് തെരച്ചിലിനായിട്ട് ഉണ്ട്.